ന്യൂസ് ഇന്ത്യ മലയാളം പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, അരക്കൻ ആർമി സെയിന്റ് മാർട്ടിൻ ദ്വീപ് ഇന്ത്യക്ക് ലീസിന് തരാം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അരക്കൻ ആർമിയുമായുള്ള ചർച്ച ഇതിൽ ഇന്ത്യ നടത്തിയിരിക്കുന്നു. ഔദ്യോഗിക ചർച്ചയല്ല, അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചയാണ് അരക്കൻ ആർമിയുമായി ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, അരക്കൻ ആർമി സെയിന്റ് മാർട്ടിൻ ദ്വീപ് പിടിച്ചെടുത്തിരിക്കുന്നു. അരക്കൻ ആർമിയുടെ വലിയൊരു വിങ് സെയിന്റ് മാർട്ടിൻ ദ്വീപിൽ ഉണ്ട് എന്ന് ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ സെയിന്റ് മാർട്ടിൻ ദ്വീപ് അരക്കൻ ആർമി അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുമോ എന്നുള്ള ഒരു ഭയവും പല രാഷ്ട്രീയ നിരീക്ഷകരും നമ്മുടെ ഇന്ത്യയിൽ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ അമിത്ഷാ 3-4 ദിവസം മുമ്പേ പറഞ്ഞു, ബംഗ്ലാദേശിലെ ചിറ്റഗോങ് പോർട്ട് അത് ഇന്ത്യയുടെ കരാറിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കരാർ ഞങ്ങൾ ഇതാ പുതുക്കാൻ പോകുന്നു. ചിറ്റഗോങ് പോർട്ടിൽ നിന്നായിരിക്കും ഇനി മുതൽ നോർത്ത് ഈസ്റ്റിലേക്കുള്ള സകല വ്യാപാരങ്ങളും വരുന്നത് ബംഗ്ലാദേശിലെ എന്ന് അമിത്ഷാ പറഞ്ഞു. അതൊരു സൂചനയാണ്. കാരണം സെയിന്റ് മാർട്ടിൻ ദ്വീപിന്റെ തൊട്ടടുത്താണ് ഈ ചിറ്റഗോങ് പോർട്ട് ഉള്ളത് എന്നുള്ളതാണ്. ആ സെയിന്റ് മാർട്ടിൻ ദ്വീപിൽ നിന്ന് ചിറ്റഗോങ് പോർട്ടിലേക്ക് വരാനും ചിറ്റഗോങ്ങിൽ നിന്ന് സെയിന്റ് മാർട്ടിനിലേക്ക് വരാനും എളുപ്പമാണ്. നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പലുകൾ ചിറ്റഗോങ്ങിൽ നങ്കൂരമിട്ടിട്ടുണ്ടായിരിക്കാം എന്ന് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചിറ്റഗോങ് പോർട്ട് മാത്രമല്ല, മ്യാൻമറിലെ സിറ്റവേ പോർട്ട് എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട്. ഈ പോർട്ടും ഇന്ത്യയാണ് കരാർ ഏറ്റെടുത്ത് നടത്തുന്നത്. നമ്മുടെ ഇറാനിലെ ചബഹർ തുറമുഖമൊക്കെ പോലെ ഈ സിറ്റവേ പോർട്ട് ഇന്ത്യ നടത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അരക്കൻ ആർമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് സിറ്റവേ പോർട്ടിൽ ഇന്ത്യക്കുള്ള സകല സുരക്ഷയും നൽകുന്നത് അത് അരക്കൻ ആർമിയാണ് എന്നുള്ള ഒരു വിശദാംശം കൂടെ പുറത്തു വരികയാണ്. അരക്കൻ ആർമിയുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരക്കൻ ആർമിയെ ഒരു സ്വതന്ത്ര ഭരണാധികാര ഭരണപ്രദേശമായി ഇന്ത്യ അംഗീകരിക്കണം എന്നുള്ളതാണ് അരക്കൻ ആർമിയുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അപ്പോൾ തോന്നും, സെയിന്റ് മാർട്ടിൻ ദ്വീപ് അരക്കൻ ആർമി ഇന്ത്യക്ക് തരാം എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾ അത് വലിയ പ്രശ്നമാക്കില്ലേ? അമേരിക്ക അടക്കം എന്തിനു പറയുന്നു, ബംഗ്ലാദേശിന്റെ ഭാഗമാണല്ലോ ഈ സെയിന്റ് മാർട്ടിൻ ദ്വീപ്. അപ്പോൾ ബംഗ്ലാദേശ് സെയിന്റ് മാർട്ടിൻ ദ്വീപ് ഞങ്ങളുടെ ഭാഗമാണ്, അത് അരക്കൻ ആർമി എങ്ങനെയാണ് ഇന്ത്യക്ക് കൊടുക്കാമെന്ന് പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വരില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിനുള്ള മറുപടി കൂടെ ഞാൻ ഇപ്പോൾ തരാം. അതിൻ്റെ മറുപടി എന്ന് പറയുന്നത്, ഈ സെയിന്റ് മാർട്ടിൻ ദ്വീപ് ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയായി മാറും എന്നുള്ളതാണ്. അതായത് തർക്കപ്രദേശമായി മാറും എന്നുള്ളതാണ്. ബംഗ്ലാദേശ് നാളെ അന്താരാഷ്ട്ര കോടതിയിൽ പോയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യവും വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് ബംഗ്ലാദേശ് നാളെ അന്താരാഷ്ട്ര കോടതിയിലേക്ക് പോയാലും നമ്മുടെ പാക് അധീന കശ്മീർ പോലെ, ചൈന പിടിച്ചെടുത്തിരിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ പല പ്രദേശങ്ങളും പോലെ, ഇസ്രായേൽ ചുറ്റും നടത്തുന്ന പല പ്രദേശങ്ങളെ അധിനിവേശങ്ങൾ പോലെ ഈ കേസും അവിടെ ഒന്നുമല്ലാതായി കിടക്കും എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതായത് സെയിന്റ് മാർട്ടിൻ ദ്വീപ് ഒരു ഡിസ്പ്യൂട്ടഡ് ലാൻഡായി മാറും, ഒരു ടെറിട്ടറിയായി മാറും എന്നുള്ളതാണ്. പോരാത്തതിന് വേറൊരു കാര്യമുണ്ട്. സെയിന്റ് മാർട്ടിൻ ദ്വീപിൽ പണ്ടേ മ്യാൻമർ അവരുടെ അവകാശവാദം ഉന്നയിച്ചിരുന്നതാണ്. അതായത് ഞങ്ങളുടെ പ്രദേശമാണ് എന്ന് പറഞ്ഞിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കേസ് വളരെ കാലം നീണ്ടുപോകും എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിലും സേഫാണ്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം പ്രേക്ഷകരിൽ നിന്ന് ഉയരാൻ സാധ്യതയുള്ളത്, അമേരിക്ക ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അമേരിക്ക എങ്ങനെ കണ്ടാലും നമ്മുടെ രാജ്യത്തിനും മ്യാൻമറിനും ഒരു ചുക്കുമില്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപടി എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് ഇപ്പോൾ അതിനല്ല സമയം. അമേരിക്കയ്ക്ക് അതിലും വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കാരണം ട്രംപ് വരാൻ പോവുകയാണ്. ഇനി 17 ദിവസം മാത്രമേ ഉള്ളൂ ട്രംപ് വരാൻ. ട്രംപ് വന്നു കഴിയുന്നത് വരെ മാത്രമേ ഉള്ളൂ ബൈഡന്റെ സമയം. അതിനിടയിൽ ബൈഡന് ചെയ്തു തീർക്കാനായി ധാരാളം കാര്യങ്ങളുണ്ട്. ബൈഡൻ അതിൻ്റെ ഇടയിൽ ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും. യുക്രൈനും റഷ്യയും തമ്മിലുള്ള ഇതിലും വലിയ വിഷയങ്ങൾ പരിഹരിക്കാനൊക്കെ അമേരിക്കയ്ക്കുണ്ട്. അതൊക്കെ വലിയ തലവേദനയായി അമേരിക്കയ്ക്ക് അവിടെ കിടക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. നമ്മൾ ഈ സെയിന്റ് മാർട്ടിൻ ദ്വീപ് ലീസ് ചെയ്താലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്.
ദ്വീപ് ഹോൾഡ് ചെയ്യാനുള്ള, അതായത് ഈ സെയിൻറ്റ് മാർട്ടിൻ ദ്വീപ് അരക്കൻ ആർമിക്ക് ഹോൾഡ് ചെയ്യാനുള്ള നേവൽ സപ്പോർട്ട് ഇന്ത്യ നൽകിയേക്കും എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായിരുന്നാലും ഈ അരക്കൻ ആർമി ഞങ്ങൾക്ക്, അതായത് ഇന്ത്യക്ക് ഈ ദ്വീപ് ലീസിന് തരാമെന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവർക്ക് ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, ലെജിറ്റിമേറ്റായി ഞങ്ങളെ അംഗീകരിക്കണം. അരക്കൻ ആർമിയെ അരക്കൻ ആർമി കൈകാര്യം ചെയ്യുന്ന മ്യാൻമറിലെ പ്രദേശം അത് ഇവരുടെ പ്രദേശമായി ഇന്ത്യ അംഗീകരിക്കണം എന്നാണ് അരക്കൻ ആർമി പറയുന്നത്. വേറെ ആര് അംഗീകരിച്ചില്ലെങ്കിലും പ്രശ്നമല്ല, ഇന്ത്യ അതിനെ അംഗീകരിക്കണം. കാരണം ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്തിൻ്റെ സപ്പോർട്ട് അരക്കൻ ആർമിയുടെ കൂടെ ഉണ്ടെങ്കിൽ അതവർക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഞങ്ങളുടെ ആ പ്രദേശം അംഗീകരിക്കണം, ഞങ്ങളുടെ ആ പ്രദേശം അംഗീകരിക്കണം. പല ആൾക്കാരും ഞങ്ങളൊരു വിമത സേന, ഭീകരവാദ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പല്ല എന്നാണ് അരക്കൻ ആർമി പറഞ്ഞിരിക്കുന്നത്. സെയിൻറ്റ് മാർട്ടിൻ ദ്വീപ് അരക്കൻ ആർമി ഇപ്പോൾ ഇന്ത്യക്ക് ലീസിന് തന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.